ഞാൻ 30 ഇയേഴ്സ് ഓഫ് വാർ എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 30 ഇയേഴ്സ് ഓഫ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1618 മുതൽ 1648 വരെയുള്ള കാലഘട്ടത്തിലാണ്. രാഷ്ട്രീയ മത സ്വഭാവമുള്ളതായിരുന്നു ഈ 30 വർഷം നീണ്ടുനിന്ന യുദ്ധം. എന്നാൽ ആഭ്യന്തര യുദ്ധം അഥവാ നമ്മൾ സിവിൽ വാർ എന്ന് പറയും, ആ യുദ്ധം ബ്രിട്ടീഷുകാരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു യുദ്ധമായിരുന്നു. അതിൽ ബ്രിട്ടീഷുകാർ മാത്രമേ ഇൻവോൾവ് ആയിരുന്നുള്ളൂ. എന്നാൽ ഈ യുദ്ധത്തെക്കുറിച്ച് 30 ഇയേഴ്സ് ഓഫ് വാറിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഭൂഖണ്ഡം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിലെ പ്രധാന ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നിവരായിരുന്നു. അതിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ ഈ യുദ്ധത്തിലുള്ള ഇടപെടൽ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അക്കാലത്ത് ഈ കോണ്ടിനെൻ്റ് 2 ശത്രുതാപരമായ റിലീജിയസ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഫ്രാൻസും പോളണ്ടും കാത്തലിക്സ് ആയിട്ടും ബ്രിട്ടൻ, ഹോളണ്ട്, സ്കാൻഡിനേവിയ ഇവരൊക്കെ പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പുകളുമായിട്ടും ഈ കോണ്ടിനെൻറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം, ഈ കാത്തോലിക്സ്, പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകൾ, ഇവർ ഈ 17th സെഞ്ച്വറി മുതലല്ല ഫോമായിട്ട് വന്നത്. ഇവർ 15th സെഞ്ച്വറിയിൽ തന്നെ നമ്മുടെ സ്പെൻസറിൻ്റെ ഒക്കെ ടൈമിലാണ്. ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്പെൻസറിൻ്റെ ആ ഒരു സമയത്താണ്, 15th സെഞ്ച്വറിയിലാണ് കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസ് എന്നിങ്ങനെ സൊസൈറ്റി 2ആയിട്ട് ഭാഗിക്കപ്പെട്ടത്. ഇംഗ്ലീഷ് റിഫോർമേഷൻ്റെ സമയത്താണ്, അതായത് റിനൈസൻസിന് ശേഷം വന്ന റിഫോർമേഷൻ്റെ സമയത്താണ് റോമിലുണ്ടായിരുന്ന പോപ്പിൻ്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന കാത്തോലിക് ചർച്ചിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. കാത്തോലിക് ചർച്ചിൻ്റെ ഐഡിയയിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന, എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ബിലീവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു അത്. അപ്പോൾ കാത്തോലിക് ചർച്ചിൽ നിന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐഡിയോളജീസ് കൊണ്ടുവന്ന ഒരു സമയമായിരുന്നു ഈ 15th സെഞ്ച്വറിയിലെ ഈ റിഫോർമേഷൻ്റെ ഒരു സമയം. ആ സമയത്തായിരുന്നു സൊസൈറ്റിയിൽ ഇങ്ങനെ കാത്തോലിക്സ് എന്നും പ്രൊട്ടസ്റ്റൻ്റ് എന്നും ഡിവിഷൻ വന്നത്. പ്രൊട്ടസ്റ്റൻറ്റിനെ നയിച്ചിരുന്നത് യൂറോപ്പിലെ മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ പോലുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ റിഫോർമേഷനെ കുറിച്ചും റിനൈസൻസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തത് പ്രൊട്ടസ്റ്റൻറ്റും കാത്തോലിക്സിൻ്റെയും ഡിവിഷൻ എപ്പോൾ മുതലാണ് തുടങ്ങിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ അത് 15ാം നൂറ്റാണ്ട് മുതലായിരുന്നു അവരുടെ ഡിവിഷൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് 13 ഇയേഴ്സ് ഓഫ് വാറിനെ കുറിച്ചിട്ടാണ്. 13 ഇയേഴ്സ് ഓഫ് വാർ 17th സെഞ്ച്വറിയിലാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമയത്തും യൂറോപ്പിൽ 2 ഡിവിഷൻ വന്നു, പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും. അപ്പോൾ അതിൽ ഫ്രാൻസും പോളണ്ടും കാത്തലിക്സ് ആയിട്ടും ബ്രിട്ടൻ, ഹോളണ്ട്, സ്കാൻഡിനേവിയ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടും അങ്ങനെയാണ് ആ ഡിവിഷൻ വന്നിരിക്കുന്നത്. ഇനി ജർമ്മനിയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ജർമ്മനിയിൽ ഈ 2 വിശ്വാസങ്ങളും, അതായത് കാത്തലിക്സിൻ്റെയും പ്രൊട്ടസ്റ്റൻറ്റിൻ്റെയും വിശ്വാസങ്ങളിൽ തമ്മിൽ കോൺഫ്ലിക്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. എന്നാൽ ഈ കോൺഫ്ലിക്റ്റ് ആൻസ്ബർഗ് എന്ന ഉടമ്പടി പ്രകാരം ഭരിക്കുന്ന രാജാവിൻ്റെ മതങ്ങൾ ആ സ്ഥലത്തിൻ്റെ മതമായി മാറണം എന്ന ഒരു ഉടമ്പടിയാണ് ആൻസ്ബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസ്ബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫെയ്ത്തും മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ഉടമ്പടിയായിരുന്നു അത്. അതുപോലെ തന്നെ ജർമ്മനിയിൽ ഭരിക്കുന്ന രാജാവിൻ്റെ മതങ്ങൾ ആ സ്ഥലത്തിൻ്റെ മതമായി മാറണമെന്നും എന്നുള്ളൊരു തീരുമാനവും അതിലുണ്ടായിരുന്നു. ജർമ്മനിയിലെ ഫെർഡിനാൻഡ് ചക്രവർത്തി ഒരു കത്തോലിക്കനായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, ജർമ്മനിയിലെ ആൻസ്ബർഗ് ഉടമ്പടി പ്രകാരം അപ്പോൾ കത്തോലിക്ക വിശ്വാസമായിരിക്കണം ആ സ്ഥലത്തിൻ്റെ വിശ്വാസമായിരിക്കേണ്ടത്. ആൻസ്ബർഗ് ഉടമ്പടി പ്രകാരം കത്തോലിക്ക രാജാക്കന്മാർ പ്രൊട്ടസ്റ്റൻറ്റിനേക്കാൾ ശക്തരായിരുന്നു.
അതായത് ഫെർഡിനാൻഡ് ചക്രവർത്തി ഒരു കത്തോലിക്കനായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പറയാണ് കത്തോലിക്ക ചക്രവർത്തിമാർ പ്രൊട്ടസ്റ്റൻറ്റിലെ രാജാക്കന്മാരെക്കാൾ പ്രൊട്ടസ്റ്റൻ്റ് രീതികളോട് ഒപ്പോസ് ചെയ്യുന്ന ചക്രവർത്തിമാരെക്കാൾ അവർ ശക്തരായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഫെർഡിനാൻഡ് സ്പെയിനിലെ രാജാവിൻ്റെ ബന്ധുവായിരുന്നു. ഫെർഡിനാൻഡ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനിയിലെ ചക്രവർത്തിയാണ് ഫെർഡിനാൻഡ്. അപ്പോൾ സ്പെയിനിലെ രാജാവിൻ്റെ ബന്ധുവായിരുന്നു ഇദ്ദേഹം. സ്പെയിനുമായുള്ള ലീഗിൽ മധ്യ യൂറോപ്പിൻ്റെ മുഴുവൻ നിയന്ത്രണം നേടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അതായത് നമുക്കറിയാം സെൻട്രൽ യൂറോപ്പിൻ്റെ മുഴുവൻ ഭരണം ലഭിക്കാൻ വേണ്ടിയിട്ട് സ്പെയിനുമായി ഒത്തിട്ട് സെൻട്രൽ യൂറോപ്പിൻ്റെ കൺട്രോൾ ഫെർഡിനാൻഡിൻ്റെ കയ്യിലെത്തിക്കാൻ വേണ്ടി ആലോചിക്കുന്ന സമയമായിരുന്നു അത്. അതേസമയം ഫ്രാൻസിലെ രാജാവായിരുന്ന ഹെൻറി IV പ്രൊട്ടസ്റ്റൻ്റ് ഘടകങ്ങളായ ജർമ്മനിയുമായി സ്വയം യോജിച്ചു. എന്നാൽ ഒരു കത്തോലിക്ക ഫെനാറ്റിക്, അതായത് മതഭ്രാന്തൻ എന്നാണ് അതിന് പറയുക, കത്തോലിക്ക മതഭ്രാന്തൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്ന ഹെൻറി IV. അപ്പോൾ ഇത്രയും നമുക്ക് കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പ്രൊട്ടസ്റ്റൻ്റ് കാത്തോലിക് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അത്ര അധികം വലുതായിരുന്നു എന്നുള്ളത്. ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവ് ഒരു മധ്യസ്ഥനാകാൻ ആഗ്രഹിച്ചു. മധ്യസ്ഥൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഫെയ്ത്തിലും ഉറച്ചു നിൽക്കാതെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ജെയിംസ്. ഈ 30 years of war ഉണ്ടാകാൻ കാരണം അതിന് വഴി തെളിച്ചത് കിങ് ജെയിംസിൻ്റെ മരുമകനായ ഇലക്ടർ ഫ്രെഡറിക്കാണ്. ബൊഹീമിയയിലെ നിവാസികൾ ഇലക്ടർ ഫ്രെഡറിക്കിനെ തങ്ങളുടെ ഭരണാധികാരിയാക്കാൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ ജർമ്മൻ എംപറർ ഈ ക്രമീകരണത്തിന് സമ്മതിച്ചില്ല. 1620 പ്രാഗിനടുത്തുള്ള ഒരു വൈറ്റ് മൗണ്ടെയിൻ യുദ്ധത്തിൽ ജർമ്മൻ ചക്രവർത്തിയുടെ സൈന്യം ഫ്രെഡറിക്കിനെ പരാജയപ്പെടുത്തി. ഫ്രെഡറിക്കിൻ്റെ രാജ്യമായ പാലറ്റൈൻ സ്പാനിഷ് കത്തോലിക് സൈന്യം പിടിച്ചെടുത്തു. പാർലമെൻറ്റിൻ്റെ പിന്തുണയില്ലാത്തതിനാലും ഇംഗ്ലണ്ടിൻ്റെ ദുർബലമായ സാമ്പത്തിക സ്ഥിതി കാരണവും ജെയിംസ് രാജാവിനെ തൻ്റെ മരുമകന് അനുകൂലമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ചുരുക്കത്തിൽ വ്യാപകമായി പടർന്നു പിടിച്ച ഈ യുദ്ധത്തിൽ ഒരുപാട് രക്തച്ചൊരിച്ചിലുണ്ടായി. ഈ യുദ്ധം വെസ്റ്റ്ഫാലിയ എന്ന സമാധാന ഉടമ്പടിയിലാണ് അവസാനിച്ചത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടസ്റ്റൻറ്റുകാരോ കാത്തലിക്സോ ഈ യുദ്ധത്തിൽ വിജയിച്ചിരുന്നില്ല. മതത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ ഈ റിലീജിയസ് വാർ വളരെയധികം ഉലച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സിവിൽ വാറിനെ ഇത് വളരെയധികം സ്വാധീനിച്ചു. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും, അതായത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ആളുകൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് ഈ 30 years വാറോട് കൂടി വന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ചേഞ്ചാണ് ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത്. റിനൈസൻസിലൂടെയും പിന്നെ ശാസ്ത്ര രംഗത്തെ പ്രത്യേകിച്ച് ആസ്ട്രോണമിയിലെ വികാസങ്ങളിലൂടെയും ഈ പ്രവണത കൂടുതൽ കണ്ടുവന്നു. അതായത് ഈ ഫ്രീ തിങ്കിങ് ഏതിലൊക്കെ വന്നു? ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് പെർട്ടിക്കുലർലി ആസ്ട്രോണമി. ഈ വാർ കൊണ്ടുണ്ടായ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതായത് 30 years ഓഫ് വാറിൻ്റെ ഇമ്പാക്റ്റും പിന്നീട് വന്ന ബ്രിട്ടീഷ് സിവിൽ വാറിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ റിലീജിയസ് ആയിട്ടുള്ള ബിലീവ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കാരണമായി. അവിടെയുള്ള സൊസൈറ്റിയിൽ ഈ വാറുകൾക്കൊക്കെ ശേഷം റിലീജിയസ് ബിലീവ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവർ ഫ്രീ ആയിട്ട് ചിന്തിച്ചു തുടങ്ങി. ഫ്രീ തിങ്കിങ് വന്നതോടെ റിലീജിയസ് ബിലീവ്സിനെ കുറിച്ച് ആരും തന്നെ ബോധർ ചെയ്യാതെ ആയി. പിന്നീട് റിനൈസൻസ് വന്നു. ഇത്രയൊക്കെയാണ് 30 years ഓഫ് വാറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ ബൈ.